നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ശബ്ദമുഖരിതമായ ലോകത്ത് ദൈവസ്വരത്തിനായി കാതോർക്കുക. ഈ വിഷയമാണ് നാം ഒരുമിച്ച് ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ഹിയറിംഗ് ഗോഡ്സ് വോയിസ് ഇൻ എ നോയ്സി വേൾഡ്. ദൈവത്തെ കേൾക്കുവാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? ദൈവസ്വരം നാം ശ്രവിച്ചിട്ടുണ്ടോ? ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയും. ഗോഡ്സ് വോയിസ് ക്യാൻ ബി ഹേർഡ്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ഗൈഡൻസ് അനുഭവിക്കുവാൻ നമുക്ക് കഴിയും. കാരണം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ സംസാരിക്കുന്ന ദൈവമാണ്. നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഇതുവരെ ഈ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ ഇനിയും അതിനുള്ള അവസരമുണ്ട്. ദൈവസന്നിധിയിൽ താഴ്മയോടെ, ശാന്തതയോടെ, ശ്രദ്ധയോടെ, എല്ലാറ്റിലുമുപരി ആഗ്രഹത്തോടെ ആയിരുന്നാൽ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നമ്മുടെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ നിത്യദൈവമാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഇന്നത്തെ കീവേഡ്സ് ഞാൻ എടുത്തിരിക്കുന്നത് 29-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. Psalm 29 verse 11. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. The Lord gives strength to his people. The Lord blesses his people with peace. ദൈവശബ്ദം ഏതെല്ലാം വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെളിവാക്കുന്ന ഒരു സങ്കീർത്തനമാണ് 29-ാം സങ്കീർത്തനം. ആദ്യമായി നമുക്ക് ആ സങ്കീർത്തനം വായിക്കാം. Psalm 29. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലെബാനോനെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു. അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു. യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഈ സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവ് ഓപ്പറേറ്റ് ചെയ്യുന്ന വിധങ്ങളാണ് നാം കണ്ടത്. പരിശുദ്ധാത്മാവാണ്
നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മെ ഗൈഡ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ ഒരുവനായ ദൈവമാണ്. അവൻ സർവശക്തിമാനാണ്. ഹി ഈസ് വണ്ടർഫുൾ കൗൺസിലർ, ഗുഡ് സ്റ്റുവേർഡ്, ഹി ഈസ് ഓപ്പറേറ്റർ. ഈ സർവശക്തിമാനായ ദൈവത്തിന് സർവമഹത്വവും നമുക്ക് കൊടുക്കാം. Ascribe to the Lord, O mighty ones. Ascribe to the Lord glory and strength. Ascribe to the Lord the glory due his name. Worship the Lord in the splendor of his holiness. The voice of the Lord is over the waters. The God of glory thunders. The Lord thunders over the mighty waters. പ്രപഞ്ച സൃഷ്ടിയിൽ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവാം ദൈവമാണ് അവൻ. The voice of the Lord is powerful. The voice of the Lord is majestic. The voice of the Lord breaks the cedars. The Lord breaks in pieces the cedars of Lebanon. He makes Lebanon skip like a calf, Sirion like a young wild ox. ഇവിടെ സിരിയോൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹെർമോൻ പർവ്വതമാണ്. The voice of the Lord strikes with flashes of lightning. The voice of the Lord shakes the desert. മരുഭൂമിയെ നടുക്കുന്ന ശബ്ദം. The Lord shakes the desert of Kadesh. The voice of the Lord twists the oaks. ഓക്ക് മരങ്ങളെ ട്വിസ്റ്റ് ചെയ്യുന്നു. ഈ മരങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആ ശബ്ദത്തിൽ ഭയന്ന് ഞെളിപിരി കൊള്ളുകയാണ്. The voice of the Lord twists the oaks and strips the forest bare. ആ ശബ്ദം അത് വനങ്ങളെ തോലുരിക്കുന്നു. And in his temple all cry glory. ഈ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം ഇവർ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. മരുഭൂമിയാണെങ്കിലും, കാദേശ് മരുഭൂമിയാണെങ്കിലും, ഓക്കുമരങ്ങളാണെങ്കിലും, ലെബാനോനാണെങ്കിലും, സിറിയോൻ പർവ്വതമാണെങ്കിലും, വെള്ളമാണെങ്കിലും എല്ലാം അവർ ട്രംബിൾ ചെയ്യുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. And in his temple all cry glory. The Lord sits enthroned over the flood. The Lord is enthroned, asking forever. The Lord gives strength to his people. The Lord blesses his people with peace. പരിശുദ്ധാത്മാവാം ദൈവം തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നവനാണ്. തുടർന്ന് നമുക്ക് പഠിക്കാം ഏലിയ പ്രവാചകനെ യഹോവയുടെ ശബ്ദം എങ്ങനെയാണ് ശക്തി നൽകി അനുഗ്രഹിച്ചത് എന്ന്. ഏലിയാവ് ഇസ്രായേലിലെ പ്രവാചകനായിരുന്നു. യേശുക്രിസ്തുവിന് മുമ്പ് 9-ാം നൂറ്റാണ്ടിൽ. അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന ആഹാബ്, അഹസ്യ തുടങ്ങിയ രാജാക്കന്മാരുടെ കാലത്തായിരുന്നു ഏലിയാവ് പ്രവചിച്ചിരുന്നത്. ദൈവത്തിന് തൻ്റെ ജനത്തോട് പറയുവാനുള്ളത്, അവരെ ഭരിക്കുന്ന രാജാക്കന്മാരോട് പറയുവാനുള്ളത്, അവരുടെ പുരോഹിതന്മാരോട് പറയുവാനുള്ളത്, ഇതെല്ലാം ഈ പ്രവാചകനിൽ കൂടെയായിരുന്നു കൈമാറിയിരുന്നത്. ഇപ്പോഴിതാ ഈ പ്രവാചകൻ പ്രാണരക്ഷാർത്ഥം ഓടുന്നു. മരുഭൂമിയിലൂടെ ഓടുന്നു. കിലോമീറ്ററുകളോളം അവൻ ഓടി ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് അഥവാ സീനായ് പർവ്വതത്തിലെത്തുന്നു. അവിടെ വെച്ച് ഈ ഏലിയ പ്രവാചകനുണ്ടായ എൻകൗണ്ടറാണ് നമുക്ക് പഠിക്കുവാനുള്ളത് പഴയ നിയമത്തിൽ നിന്നും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ. 1 Kings chapter 19 verses 11 to 18.
ഈ പ്രവാചകൻ എന്തിനായിരുന്നു പ്രാണരക്ഷാർത്ഥം ഓടിയത്? അന്ന് ഇസ്രായേലിൽ ആ ജനം സത്യദൈവത്തെ വിട്ടകന്ന് ജീവിച്ചവരായിരുന്നു. അവർ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കാതെ അന്യദൈവങ്ങളെ ആരാധിച്ചിരുന്നു. പ്രത്യേകിച്ചും ബാൽ ദേവനെ, ബാലിൻ്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവയെ ആരാധിച്ചിരുന്നു. അത് ഈ പ്രവാചകനെ വളരെയധികം ദുഃഖിപ്പിച്ചു. പ്രവാചകൻ കോപിഷ്ഠനായി. വളരെ ദുഃഖം പൂണ്ട ഈ പ്രവാചകൻ ദൈവത്തോട് കംപ്ലൈൻറ്റ് പറയുകയാണ്. ദൈവമേ, ഇസ്രായേൽ മുഴുവൻ തെറ്റിപ്പോയി, അവർ നിന്നെ വിട്ടകന്നു, ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എന്നെയും ഇതാ കൊല്ലുവാൻ നോക്കുന്നു എന്ന്. ഇതിന് വേറൊരു കാരണവും കൂടിയുണ്ട്. ഈ പ്രവാചകൻ ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു. സത്യദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ ഈ പ്രവാചകൻ പറഞ്ഞു, നമുക്ക് ബലിയർപ്പിക്കാം. ആരുടെ ബലിയിലാണോ ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഉത്തരമരുളുന്നത്, അവരുടെ ദൈവമാണ് സത്യദൈവം എന്ന്. അങ്ങനെ ബാലിൻ്റെ പ്രവാചകന്മാരും ഏലിയാവും ബലിയർപ്പിക്കുവാൻ തീരുമാനിച്ചു. ബാലിൻ്റെ പ്രവാചകന്മാർ പ്രഭാതം മുതൽ പ്രദോഷം വരെ ബാലിനോട് പ്രാർത്ഥിച്ചു. അവരുടെ ദൈവത്തോട് അവർ നിലവിളിച്ചു, ബാലേ, ഇറങ്ങിവാ, ഈ ബലി ദഹിപ്പിക്കുക, അഗ്നി ഇറക്കി ദഹിപ്പിക്കുക. ഒരു ഫലവും ഉണ്ടായില്ല. അവർ കത്തി കൊണ്ട് തങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കി രക്തം ചിന്തി അവരുടെ ദൈവത്തോട് നിലവിളിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. എന്നാൽ ഏലിയാവ് തൻ്റെ ബലിവസ്തു മുഴുവൻ വെള്ളത്തിൽ, അതായത് ആ ബലിവസ്തുവും ആ വിറകും എല്ലാം വെള്ളത്തിൽ കുതിർത്തു. ചുറ്റും തോടുണ്ടാക്കിയ വെള്ളം നിറച്ചു. ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അഗ്നി ഇറക്കി ആ ബലിവസ്തു ദഹിപ്പിച്ചു കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന വെള്ളവും പറ്റിച്ചു കളഞ്ഞു. ബലിപീഠം പോലും ചാരമാക്കി എന്നാണ് വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കി, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് സത്യദൈവമെന്ന്. ഇത് ആ രാജാവിനെയും രാജാവായ ആഹാബിനെയും തൻ്റെ ഭാര്യയായ ഇസബേലിനെയും പ്രകോപിപ്പിച്ചു. കോപം പൂണ്ടു. ഇസബേൽ പറഞ്ഞു, 24 മണിക്കൂറിനകം ഏലിയാവിനെ ഭൂമിയിൽ വെച്ചേക്കയില്ല എന്ന്. തന്നെയുമല്ല, ഏലിയാവ് ആ ബാലിൻ്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നുകളഞ്ഞിരുന്നു. കോപിഷ്ഠയായ ഇസബേൽ ഏലിയാവിനെ കൊല്ലുവാനായി തീരുമാനിച്ചു. അതിനാണ് ഏലിയാവ് ഓടിയത്. കർമ്മേലിൽ നിന്ന് ഓടി 110 കിലോമീറ്ററിലധികമാണ് ഓടിയത്. ബേർഷേബ മരുഭൂമിയിലേക്ക് ഓടി. അവിടെ തൻ്റെ പരിചാരകന്മാരെ നിർത്തിയിട്ട് ഒരു ദിവസത്തെ വഴി കൂടി ഓടി ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. അവിടെ ദൈവം അവനോട് സംസാരിച്ചു. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? നീ എഴുന്നേറ്റ് അപ്പം തിന്നുക, വെള്ളം കുടിക്കുക. കാക്കയെ കൊണ്ട് ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊടുത്തു. ആ അപ്പവും ഇറച്ചിയും വെള്ളവും എല്ലാം കുടിച്ച് ശക്തി പൂണ്ട് ഏലിയാവ് പിന്നെയും ഓടുകയാണ്. 40 രാവും 40 പകലും സഞ്ചരിച്ച് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിലെത്തി. തുടർന്ന് ഉള്ള കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വചനപാഠത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിക്കാം. വേഴ്സ് 11 onwards. ഈ ഏലിയാവ് ദൈവത്തോട് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു, ഞാൻ മാത്രമേ ഇസ്രായേലിൽ ശേഷിച്ചിട്ടുള്ളൂ സത്യദൈവത്തെ ആരാധിക്കുന്നവനായി.
അവർ എന്നെയും കൊല്ലുവാൻ നോക്കുകയാണ്. നമുക്ക് വേഴ്സ് 8 മുതൽ വായിക്കാം. ഏലിയാവ് എഴുന്നേറ്റ് തിന്നുകുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം നടന്നു. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്നു രാപ്പാർത്തു. അപ്പോൾ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അതിന് ഏലിയാവ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞു. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് ദൈവം അവനോട് കൽപ്പിച്ചു. അപ്പോൾ ഇതാ, യഹോവ കടന്നുപോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിന് ഏലിയാവ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പല പ്രാവശ്യം ദൈവത്തോട് ഏലിയാവ് പറഞ്ഞു. എന്താണ് ഏലിയാവ് പറഞ്ഞത്? ഏലിയാവ് പറയുകയാണ്, ഞാൻ വളരെ കഷ്ടത്തിലായിരിക്കുന്നു, എനിക്ക് മാത്രമേ നിന്നോട് ശുഷ്കാന്തിയുള്ളൂ, തീഷ്ണതയുള്ളൂ. സത്യദൈവത്തെ ആരാധിക്കുവാൻ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം സത്യദൈവത്തിൽ നിന്നും അകന്നു. അവർ ദൈവത്തിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, എല്ലാം നശിപ്പിച്ചു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ഡമാസ്കസിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ സിറിയയ്ക്ക് രാജാവായി അഭിഷേകം ചെയ്യുക. യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹാലയിൽ നിന്നുള്ള സഹവാത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. വലിയൊരു ദൗത്യമാണ് ഈ പ്രവാചകന് ദൈവം കൊടുക്കുന്നത്. വിഷമിച്ച് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുവാനോ ഗുഹയിൽ ഒളിക്കുവാനോ ഒന്നുമല്ല പ്രവാചകനെ ദൈവം നിയോഗിച്ചിരിക്കുന്നത്. ബലം ക്ഷയിച്ചു പോകുന്ന അവസരങ്ങൾ പ്രവാചകനെ പോലെ പ്രിയ സഹോദരങ്ങളെ നമുക്കും ഉണ്ടാകാറുണ്ട്. നമ്മെക്കൊണ്ട് പലർക്കും ഉപകാരങ്ങൾ ഉണ്ടാകും. പക്ഷേ നമുക്ക് ഒരാവശ്യമുള്ളപ്പോൾ അവർ ആരും നമ്മുടെ സഹായത്തിനായി കാണുകയില്ല. അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു ഈ ഏലിയാ പ്രവാചകനുണ്ടായത്. ഇസ്രായേൽ രാജ്യത്തിനു വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവശബ്ദം കേൾപ്പിച്ച, പ്രവചിച്ച ആ പ്രവാചകനെ ഇപ്പോൾ അവർ ഇതാ ഓടിക്കുന്നു. അവൻ പ്രാണരക്ഷാർത്ഥം ഓടുകയാണ് മരുഭൂമിയിലൂടെ. അവനെ സഹായിക്കുവാൻ ആരുമില്ല. അവൻ അവൻ്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. തന്നിലേക്ക് തന്നെ നോക്കുകയാണ് ആ പ്രവാചകൻ. ദൈവമേ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, മറ്റാരുമില്ല, എല്ലാവരും തെറ്റിപ്പോയി, അവർ സത്യദൈവത്തെ വിട്ടകന്നു. പക്ഷേ
ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം നമ്മിൽ തന്നെ ഒതുങ്ങിക്കൂടുവാൻ പാടില്ല എന്നാണ് ദൈവം ഏലിയാവിനെ പഠിപ്പിച്ചത്. ഏലിയാവ് അവൻ്റെ പ്രയാസഘട്ടത്തിൽ ഇതെല്ലാം പറഞ്ഞു. പക്ഷേ ഏലിയാവിനെ ആ മൃദുസ്വരത്തിൽ ദൈവം അവനെ ശാന്തനാക്കുകയാണ്. അവനോട് പറയുകയാണ്, നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, നിനക്കിവിടെ എന്ത് കാര്യം, നീ യാത്ര ചെയ്യുക, നീ സിറിയയ്ക്ക് രാജാവായി ഹസായേലിനെ അഭിഷേകം ചെയ്യണം, അതുപോലെ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം, അതുപോലെ നിനക്ക് പകരമായി നിന്റെ പിൻഗാമിയായി എലീശയെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. ഇങ്ങനെ വലിയ 3 ദൗത്യങ്ങളാണ് ദൈവം ഏലിയാവിന് കൊടുത്തത്. പ്രിയ സഹോദരങ്ങളെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവം പല ദൗത്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യത്തിൽ നിന്ന്, ആ കടമയിൽ നിന്ന് നാം പിന്മാറിക്കൂടാ. ദൈവം സർവശക്തനാണ്. അവൻ തൻ്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കും. അവൻ നമ്മെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. ദൈവത്തിൻ്റെ ശബ്ദം ശക്തിയേറിയ ശബ്ദമാണ്. അത് പാറകളെ തകർക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദത്തിൽ നാം ദൈവത്തിൻ്റെ ശക്തിയെ ഓർത്ത് ഭയപ്പെടണം. ഭയത്തോടും വിറയലോടും കൂടെ നാം അവനെ സേവിക്കണം, അവനായി കാത്തിരിക്കണം. അവൻ നമുക്ക് തരുന്ന ആ കമ്മീഷൻ, ആ ദൗത്യം നാം നിറവേറ്റണം. ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തൻ്റെ ശിഷ്യന്മാരെ സജ്ജരാക്കുന്ന കാര്യം യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തുടർന്ന് പഠിക്കാം. ചാപ്റ്റർ 20 വേഴ്സസ് 19 to 23. ഇവിടെ ശിഷ്യന്മാർ മുറിയിൽ വാതിലടച്ചിരിക്കെ യേശു അവരുടെ മധ്യത്തിൽ നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം യേശു അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വലിയ ദൗത്യമാണ് ശിഷ്യന്മാരെ യേശുക്രിസ്തു പരമേൽപ്പിക്കുന്നത്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്താണ് ഈ ദൗത്യം? സകലരോടും യേശുക്രിസ്തുവിലുള്ള ആ പാപമോചനത്തെ പറ്റി പറയുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപങ്ങളുടെ മോചനമുണ്ട്. തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ പാപമോചനം നൽകും. ഇത് നിങ്ങൾ പ്രഖ്യാപിക്കണം. അതിനാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തിയത്, അവർക്ക് ശക്തി കൊടുത്തത്. ജീസസ് കമ്മീഷൻഡ് ഹിസ് ഡിസൈപ്പിൾസ് ടു പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് ഓഫ് ഫോർഗീവ്നെസ്. ഇത് എങ്ങും കിട്ടാത്തതാണ് ഈ ക്ഷമയുടെ അനുഭവം. ഒരു നേതാവും ഇത് പ്രസംഗിച്ചിട്ടില്ല, ഇത് കൊടുത്തിട്ടില്ല. പക്ഷേ സർവശക്തനായ ദൈവം തൻ്റെ പുത്രനിൽ കൂടെ അത് സാധ്യമാക്കി. അത് ലോകമറിയണം. അതിനുവേണ്ടിയാണ് ശിഷ്യന്മാരെ യേശുക്രിസ്തു സജ്ജരാക്കിയത്. നിങ്ങൾ പോയി ഇത് പ്രസിദ്ധമാക്കുവീൻ, ഇത് പ്രസംഗിക്കുവീൻ. ആ ദൗത്യമാണ് അവർക്ക് കൊടുക്കുന്നത്. It is Jesus Christ who acts through faith in his disciples. ശിഷ്യന്മാർ ഈ പാപമോചനത്തെ പറ്റി പ്രസംഗിക്കുമ്പോൾ ഇത് കൈക്കൊള്ളുന്നവർക്കാണ് പാപമോചനം ലഭിക്കുന്നത്. അതാണ് യേശുക്രിസ്തു അവരെ ഉദ്ബോധിപ്പിച്ചത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആര് നിങ്ങളുടെ പ്രസംഗം കേൾക്കും?
ആർ വിശ്വസിക്കും അവർക്ക് പാപമോചനം ലഭിക്കും. അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് സാധ്യമാകുന്നത്. ദൈവമാണ് പാപങ്ങൾ മോചിക്കുന്നത്. ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ അധികാരമുള്ളൂ. അതാണ് നിങ്ങൾ പ്രസംഗിക്കേണ്ടത്. യു പ്രൊക്ലെയിം ദ ഗോസ്പൽ ഓഫ് ഫോർഗീവ്നെസ്. തുടർന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നും ഒരു വചനഭാഗം പഠിക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 verses 1 through 11. തൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പായി യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ യെരുശലേമിൽ നിന്നും വാങ്ങിപ്പോകരുത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾ പ്രാപിക്കുവോളം യെരുശലേമിൽ തന്നെ നിങ്ങൾ തുടരണം. അങ്ങനെ ആ ശിഷ്യഗണങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥനയോടെ മാളികമുറിയിൽ പരിശുദ്ധാത്മാഭിഷേകത്തിനായി കാത്തിരുന്നു. പെന്തക്കോസ്തി പെരുന്നാൾ ദിവസം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. വ്യക്തമായ തെളിവോടെ, വ്യക്തമായ അടയാളത്തോടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചു. അവരെല്ലാവരും തങ്ങളുടേതല്ലാത്ത ഭാഷകളിൽ, അന്യഭാഷകളിൽ സംസാരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും തുടങ്ങി. പെന്തക്കോസ്തി പെരുന്നാളിനായി യെരുശലേം ദേവാലയത്തിൽ വന്നവർ ഈ മാളികമുറിയിൽ സംഭവിച്ച ആ സംഭവം, ആ വലിയ ആരവം കേട്ട് അവിടെ കൂടിക്കൂടി. നാം ഇത് വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിലല്ല, 2-ാം അധ്യായത്തിലാണ്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 verses 1 through 12. When the day of Pentecost came, they were all together in one place. Suddenly a sound like the blowing of a violent wind came from heaven and filled the whole house where they were sitting. They saw what seemed to be tongues of fire that separated and came to rest on each of them. അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ ഇറങ്ങി, ഓരോരുത്തൻ്റെയും മേൽ പതിഞ്ഞു എന്നാണ് നാം വായിച്ചത്. All of them were filled with the Holy Spirit and began to speak in other tongues as the Spirit enabled them. പരിശുദ്ധാത്മാവ് നൽകിയതുപോലെ ഓരോരുത്തരും അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. All of them were filled with the Holy Spirit and began to speak in other tongues as the Spirit enabled them. Now there were staying in Jerusalem God-fearing Jews from every nation under heaven. When they heard this sound, a crowd came together in bewilderment, because each one heard them speaking in his own language. ആകാശത്തിന് കീഴെ ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദന്മാരെല്ലാം യെരുശലേമിൽ പെന്തക്കോസ്തി പെരുന്നാളിനായി വന്നുകൂടിയിരുന്നു. ഈ മാളികമുറിയിൽ ഉണ്ടായ സംഭവം കണ്ട് ഓടിക്കൂടിയ ഈ ജനങ്ങൾ അവർ അതിശയിക്കുകയാണ്. തങ്ങളുടേതായ ഭാഷകളിൽ ഇതായി മനുഷ്യർ സംസാരിക്കുന്നു. Utterly amazed, they asked, "Are not all these men who were speaking Galileans?" ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരാണല്ലോ. Then how is it that each of us hears them in his own native language? Parthians, Medes, and Elamites, residents of Mesopotamia, Judea and Cappadocia, Pontus and Asia, Phrygia and Pamphylia, Egypt and the parts of Libya near Cyrene, visitors from Rome, both Jews and converts to Judaism, Cretans and Arabs.
We hear them declaring the wonders of God in our own tongues. ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെയാണ് ഈ മനുഷ്യർ പ്രസ്താവിക്കുന്നത് അന്യഭാഷകളിൽ. ഈ ഗലീലക്കാരായ മനുഷ്യരുടെ ഭാഷയല്ലാതെ അവർക്കറിയാവുന്ന ഭാഷ എബ്രായ ഭാഷയാണ്. ആ ഭാഷയിലല്ല അവർ സംസാരിക്കുന്നത്. ഈ ഓടിക്കൂടിയ ജനങ്ങളുടെ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. അവർ പല ദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. പാർത്യരും, മേദ്യരും, ഏലാമ്യരും, മെസ്സൊപ്പൊട്ടേമ്യരും, കപ്പദോക്കിയിലുള്ളവരും, പൊന്തോസിലുള്ളവരും, ഏഷ്യയിലുള്ളവരും, ഫ്രിങ്ക്യ, പംഫില്യ, ഈജിപ്റ്റ്, ലിബിയ, റോം, ഈ പ്രദേശങ്ങളിലുള്ള ജനങ്ങളായിരുന്നു അവർ. അവർ കേൾക്കുന്നത് അവരുടെ ഭാഷകളിൽ ഈ ജനം സംസാരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ ശക്തിയാണ് അവിടെ കാണിച്ചത്. All were amazed and perplexed. They asked one another, what does this mean? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അവർ പരസ്പരം ചോദിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ ആവസിച്ചാൽ അവർ ശക്തിയുള്ളവരായി മാറും, സമാധാനമുള്ളവരായി മാറും. അവർ വ്യക്തമായ അടയാളങ്ങളോടെ, തെളിവുകളോടെ അന്യഭാഷകളിൽ അവർ സംസാരിക്കും. പലതരം പ്രവർത്തികളാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് വിവിധങ്ങളായ തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ മനുഷ്യരെ സഹായിക്കും. അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കും. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ജീവശ്വാസമേ, ഞങ്ങളുടെ പ്രാണനിലേക്ക് പുതുജീവൻ അവിടുന്ന് ഉദയണമേ. നമുക്ക് പാടാം. ഹോളി സ്പിരിറ്റ്, ലിവിംഗ് ബ്രെത്ത് ഓഫ് ഗോഡ്, ബ്രീത്ത് ന്യൂ ലൈഫ് into our willing souls. Holy Spirit, living breath of God, breathe new life into my willing soul. Bring the presence of the risen Lord to renew my heart and make me whole. Cause your word to come alive in me. Give me faith for what I cannot see. Give me passion for your purity. Holy Spirit, breathe new life in me. Holy Spirit, come abide within. May your joy be seen in all I do. Love enough to cover every sin in his thought and deed and attitude. Kindness to the greatest and the least, gentleness that shows the path of peace. Turn my strivings into works of grace. Breath of God, show Christ in all I do. Holy Spirit, from creation's birth, giving life to all that God has made. Show your power once again on earth. Cause your church to hunger for your ways.
Let the fragrance of our prayers arise. Lead us on the road of sacrifice, that in unity the face of Christ will be clear for all the world to see. Now, to him who is able to do far more abundantly than all that we ask or think, according to the power at work within us, to him be glory in the church and in Christ Jesus throughout all generations, forever and ever. Amen.